ചില ആളുകൾക്കൊക്കെ ഒരു തോന്നല. അതായത് ഈ പുത്തൻവാദികളെ എന്തിനാണ് ഈ പണ്ഡിതന്മാർ ഇങ്ങനെ വിമർശിക്കുന്നത്? അവരും ഒരു മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം എന്ന നിലക്ക് അവർക്കും അത് എല്ലാവരുടെ കൂട്ടത്തിലൊന്ന് അവരെയും കൂട്ടി എല്ലാവരും കൂടി ഒന്ന് ചക്കരച്ചോറ് വെച്ചാ പോരെ. അങ്ങനെ ഒരു സംശയം ചില ആളുകൾക്കൊക്കെ ഉണ്ട്. വാസ്തവത്തിൽ അവർക്ക് അറിവില്ലാത്തതാണ് അതിന്റെ കാരണം. ഞാൻ ബിസിനസ്സുകാരായ ആൾക്കാരോട് ചോദിക്കട്ടെ, നിങ്ങൾ അധ്വാനിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ബിസിനസ്, ആ ബിസിനസ് തകർക്കാൻ വേണ്ടി നിങ്ങളുടെ ആ ബിസിനസ്സിൽ തന്നെ പങ്കുള്ളവരോ അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടിയിൽ കയറിയവരോ പരിശ്രമിച്ചാൽ നിങ്ങൾ അതേ ഹൈപ്പർ മാർക്കറ്റിൽ, അതേ സൂപ്പർ മാർക്കറ്റിൽ അവന് പിന്നെയും പിന്നെയും അല്ലെങ്കിൽ പുതിയൊരു സൂപ്പർ മാർക്കറ്റിൽ അവന് നിങ്ങൾ അവസരം കൊടുക്കുമോ? അല്ല അവനെ നിങ്ങൾ എടുത്തു പുറത്താക്കുമോ? നിങ്ങളുടെ ബിസിനസ് അത് പുരോഗമിച്ച് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുന്ന, നിങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് അപഹരിക്കുന്ന അല്ലെങ്കിൽ എടുത്ത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ സമ്മതം കൂടാതെ കൊടുത്ത് നിങ്ങളുടെ ബിസിനസിന്റെ എതിരാളികളെ സന്തോഷിപ്പിക്കുന്നവരെ നിങ്ങളുടെ ബിസിനസ്സിൽ സഹായിക്കാൻ നിങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ലെന്ന് മാത്രമല്ല, അഥവാ നിങ്ങൾ അതിൽ പങ്കുചേർക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അവരെ അനുകൂലിക്കുകയില്ല, നിങ്ങൾ നിർബന്ധമായും പുറത്താക്കും. എന്നാലേ നിങ്ങളുടെ ബിസിനസ് നിലനിൽക്കുകയുള്ളൂ. ഇത് നിങ്ങളുടെ ദുനിയാവിന്റെ ചിന്തയാണ്. ഇതേപോലെ ഒരു കൃഷി, ആ കൃഷിയിലുള്ള വസ്തുക്കളെല്ലാം വെട്ടി നശിപ്പിക്കുന്ന ഒരാളെ ആ കൃഷിയുടെ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങളെ കൃഷിയിടങ്ങളിൽ നിങ്ങൾ അവിടെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? എന്നാൽ അതിനേക്കാളൊക്കെ വലുതാണിത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മസ്റഅത്തുൽ ആഖിറ. ഇത് മസ്റഅത്തുൽ ആഖിറ, ആഖിറമാകുന്ന വീട്, അതിനാവശ്യമായ കൃഷി ചെയ്യേണ്ട സ്ഥലമാണ് ഈ ഭൗതികമായ ലോകം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗമുള്ളവനും സ്ഥലമുള്ളവരുമാണെന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണെന്ന് KM മൗലവി പോലും ഇവിടെ 1952 ഫത്വ കൊടുത്തു. അതേപോലെ തന്നെ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇൽജാമുൽ അവാമിൽ വളരെ വ്യക്തമായി പറഞ്ഞു, സലഫിനും ഖലഫിനും തർക്കമില്ല. അല്ലാഹു തആല ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ശരീരമാണ്, ജഡമാണെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണെന്നതിൽ ഇജ്മാഇ സലഫി വൽ ഒരു പണ്ഡിതരും തർക്കമില്ല എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് തന്നെ KM മൗലവി സലഫികളുടെ അൽമനാറിലും പഴയ കാലത്ത് പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അള്ളാഹുവിന് ഭാഗമുണ്ടെന്നും അള്ളാഹുവിന് ശരീരമുണ്ടെന്നും അള്ളാഹുവിന് അവയവമുണ്ടെന്നും പരിശുദ്ധ ഖുർആനിലുണ്ടെന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന് ശരീരമുണ്ടെന്നോ? നിങ്ങളുടെ ഒക്കെ വീട്ടിൽ മുസ്ഹഫില്ലേ മുഅ്മിനീങ്ങളെ? ഞാൻ ഓർക്കുകയാണ്, സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു ഉദ്യോഗസ്ഥൻ വന്നു. അദ്ദേഹത്തിന് അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമാണോ പഠിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കണം. കാരണം ആരോ അങ്ങനെ ഒരു ഫിത്ന പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏതോ പുത്തൻവാദിയായിരിക്കാം. നമ്മുടെ സ്ഥാപനങ്ങൾ മർക്കസാണെങ്കിലും മർക്കസിന്റെ കുട്ടികളിൽപ്പെട്ട സിറാജുൽ ഹുദയാണെങ്കിലും നമ്മുടെ ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ജാതി മത വ്യത്യാസമന്യേ വിദ്യാഭ്യാസം നൽകുന്നതാണ്. ഇരിക്കട്ടെ, ആ ഉദ്യോഗസ്ഥൻ വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. കുട്ടികളോട് എല്ലാവരോടും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ഖുർആൻ ഇല്ലാത്ത എല്ലാ കുട്ടികളും, ഖുർആൻ വീട്ടിലുള്ള എല്ലാ കുട്ടികളും ഇരിക്കണം, ഖുർആൻ വീട്ടിലില്ലാത്ത എല്ലാ കുട്ടികളും നിൽക്കണം. അപ്പൊ കുറെ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി കുറെ മുസ്ലിമീങ്ങളല്ലാത്ത കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചതാണ്. കാരണം ഒരു വർഗീയതയുടെ ചോദ്യമാകണ്ടെന്ന് വിചാരിച്ചാണ് അങ്ങനെ ചോദിച്ചത്. ഞാനിത് പറഞ്ഞു വന്നത്, എല്ലാ മുസ്ലിമിന്റെ വീട്ടിലും മുസ്ഹഫ് ഉണ്ടല്ലോ, ഇല്ലാത്ത ഒരു വീടുമില്ലല്ലോ. അതെല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലുമുണ്ട് മുസ്ലിമാണെങ്കിൽ. ഇനി ഏതെങ്കിലും രാഷ്ട്രീയ സ്ഥാനത്തുള്ളവരാണെങ്കിൽ അവരെ വീട്ടിലുമുണ്ടല്ലോ. ആ മുസ്ഹഫ് നിങ്ങളൊന്ന് മറിക്കൂ. സൂറത്തുൽ ഫാത്തിഹ മുതൽക്ക് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇന്നലില്ലാഹി ജിസ്മൻ എന്നോ വഇന്നലില്ലാഹി അളാഅൻ എന്നോ അല്ലെങ്കിൽ വഇന്നലില്ലാഹി ജവാരിഹ എന്നോ അല്ലാഹുവിന് അവയവങ്ങളുണ്ടെന്നോ അല്ലാഹുവിന് ശരീരമുണ്ടെന്നോ ഖുർആനിൽ എവിടെയെങ്കിലും ഒരായത്ത് കാണിക്കാൻ ലോകത്താർക്കെങ്കിലും കഴിയുമോ? പക്ഷേ സലഫികൾ എഴുതി വെച്ചില്ലേ, വളരെ വ്യക്തമായി ഖുർആനിലുണ്ട്. പടച്ചവന് ശരീരമുണ്ടെന്ന് എഴുതി വെച്ചില്ലേ, അവയവങ്ങൾ
അവയവങ്ങളുണ്ടെന്ന് എഴുതി വെച്ചില്ലേ? എന്നിട്ട് 2007 അതാ മെയ് മാസത്തിലെ അൽമനാറിൽ പടച്ചവന് വലത്ത് 2 കൈയാണെന്ന് എഴുതി, ഇടത്ത് കൈയില്ലെന്ന് എഴുതിയില്ലേ? 2009 ജനുവരി ആയപ്പോ അള്ളാഹുവിന് ഇടത്തും കൈയുണ്ടെന്ന് എഴുതിയില്ലേ? ഇങ്ങനെ അള്ളാഹുവിന് ഭാഗമുണ്ടെന്നും അവന്റെ അവയവം മാറിക്കൊണ്ടിരിക്കുന്നു എന്നും പഠിപ്പിച്ചുകൊണ്ട് ഈമാനിൽ നിന്ന് ശരിയായ കുഫറിലേക്ക്, ശരിയായ ശിർക്കിലേക്ക് സമൂഹത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആളുകൾക്ക് അംഗീകാരം നേടിക്കൊടുത്തിട്ട് ഒരൊറ്റ മനുഷ്യൻ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിനെതിരെ ഇവരെ ശിർക്ക് വിശ്വസിച്ചു പോയാൽ, കുഫറിലേക്ക് പോയാൽ, സഹാബത്തിനെ നിന്ദിച്ചാൽ, അയിമ്മത്തിനെ തള്ളിപ്പറഞ്ഞാൽ, അതാ കാലകാലം അവരിൽ ഏതെങ്കിലും ഒരാൾ നരകത്തിൽ കടന്നാൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് വലിയ കുഴപ്പമില്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ജനങ്ങൾക്ക് അള്ളാഹുവിങ്കൽ നേരിടേണ്ടി വരില്ലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് പണ്ഡിതന്മാർ നിങ്ങളെ രക്ഷപ്പെടുത്താനാ പറയുന്നത്, സമൂഹത്തെ രക്ഷപ്പെടുത്താനാണ്. പണ്ഡിതന്മാരെ വിമർശിക്കുന്നവരെയും രക്ഷപ്പെടുത്താനാണ്. നിങ്ങൾ പെട്ടുപോകണ്ട. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു, മാമിൻ നബിയിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തി ലാ കാന ലഹു ഹവാരിയൂന വഅസ്ഹാബുൻ യഖുദൂന ബിസുന്നതിഹി വയഖ്തദൂന ബിഅംരിഹി. ഏത് നബിമാർക്കും ആദ്യ കാലഘട്ടങ്ങളിൽ 100% ആ നബിയെ പിന്തുടർന്ന് ജീവിക്കുന്ന മഹാന്മാരായ അനുയായികൾ ഉണ്ടാകും. അവരാണ് സഹാബത്ത് കേട്ടോ. അവരാണ് അറബിയല്ലാത്ത നാടുകളിൽ അതാ ജുമുഅ നടപ്പാക്കിയപ്പോൾ അറബിയിൽ മാത്രം ബാങ്ക് വിളിച്ച്, അറബിയിൽ മാത്രം ഖുതുബ നടത്തി, അറബിയിൽ മാത്രം നിസ്കരിച്ച് പഠിപ്പിച്ചതാ സഹാബത്താണ്. മക്ക മദീനയിലടക്കം ഇപ്പോഴും 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ച് തുടർന്ന് വരുന്നത് ആ സഹാബത്ത് മുതലാണ്. സുഹൃത്തുക്കളെ, ആ സഹാബത്ത് തന്നെയാണ് പള്ളിയിലേക്ക് പെണ്ണിനെ ജുമുഅ ജമാഅത്തിൽ പോകുന്നത് തടഞ്ഞു വെച്ചത്. സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം ബഹജത്തുൻ നുഫൂസ് പറഞ്ഞില്ലേ? ഇനിയും നിങ്ങൾ നോക്കൂ, ആ സഹാബത്ത് തന്നെയാണ് 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ 3 തലാഖുമാകുമെന്ന് പ്രഖ്യാപിച്ചത്. ആ മഹാന്മാരായ സഹാബത്ത് അവര് പഠിപ്പിച്ച ദീൻ വള്ളി ഉള്ളിക്ക് വ്യത്യാസമില്ലാതെ 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഇവിടെ പഠിപ്പിച്ചപ്പോൾ ആ സഹാബത്തിനെ ഇമാമിയ എന്ന് പറയുന്ന ശിയാ കക്ഷികൾ, ബഹുമാനപ്പെട്ട ഇമാം ശഹ്റസ്ഥാനി പറഞ്ഞില്ലേ, ثم إن الإمامية تخطت عن هذه الدرجة الوقيعة في كبار الصحابة طعنا وتكفيرا وأنه ظلما وعدوانا. സഹാബത്തിനെ നിന്ദിച്ചു, സഹാബത്തിനെ കാഫിറാക്കി, സഹാബത്തിനെ ആക്ഷേപിച്ചു. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആയത്തുകൾ ഇമാം ശഹ്റസ്ഥാനി ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ, ഖുർആൻ വ്യക്തമായി സഹാബത്തിനെ അല്ലാഹു പൊരുത്തപ്പെട്ടുവെന്നും ആ സഹാബത്തിനെ പിന്തുടർന്നവരെ പൊരുത്തപ്പെട്ടുവെന്നും ഖുർആൻ വ്യക്തമായി പറയുമ്പോൾ ആ സഹാബത്തിനെ ആക്ഷേപിച്ചു ഇമാമിയ കക്ഷികൾ. ആ കക്ഷികൾ സഹാബത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി സഹാബികൾ ചെയ്യാത്തതും പറയാത്തതും അവരുടെ പേരിൽ കള്ളം കെട്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും വല്ല റിപ്പോർട്ടും സഹാബത്തിനെ സംബന്ധിച്ച് കാണുമ്പോഴേ ആ കിതാബിന് റിപ്പോർട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോകല്ലേ. ഉദ്ധരണി കണ്ടാലും തെറ്റിദ്ധരിക്കല്ലേ. കാരണം ഒരുപാട് കളവുകൾ ഈ റാഫിളത്തും ഇമാമിയത്തും തുടങ്ങിയ കക്ഷികൾ സഹാബികളെ നിന്ദിക്കാൻ വേണ്ടി എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്.